കോഴി ഇറച്ചിക്ക് വില കുറയ്ക്കാനാവില്ലെന്ന് വ്യാപാരികൾ. ഇറച്ചിക്കോഴിക്ക് 115 രൂപയും കോഴി ഇറച്ചിക്ക് 170 രൂപയും വേണമെന്ന വ്യാപാരി വ്യവസായ സമിതി. അതേസമയം ഇക്കാര്യത്തിൽ വ്യാപാരികളുമായി ധാരണയിൽ എത്തിയിട്ടില്ലെന്ന് ധനമന്ത്രിയും പറഞ്ഞിരിക്കുന്നു. മേഘ കോഴിക്കോട് നിന്നും നൽകും വിവരങ്ങൾ. മേഘ, ഇക്കാര്യത്തിൽ സർക്കാരുമായി ധാരണയിൽ എത്തിയെന്നൊരു അവകാശവാദമാണ് വ്യാപാരികൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ വ്യാപാരികളുടെ അവകാശവാദം തെറ്റാണ്, ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും ആയിട്ടില്ല എന്നാണ് ധനമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? മനു, അല്പം മുമ്പാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതായത് കോഴിയിറച്ചിയുടെ വില കുറയ്ക്കാൻ സാധിക്കില്ല. 170 രൂപയ്ക്ക് 1 കിലോ കോഴിയിറച്ചി നൽകും. 1 കിലോ ജീവനുള്ള കോഴി 115 രൂപയ്ക്കും വിൽപ്പന നടത്തുമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്നത്. വില കുറയ്ക്കാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻപോട്ട് വെക്കുന്നത്. ഈ വിഷയത്തിൽ തങ്ങൾ ധനമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തങ്ങളുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീനും ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുത്തയിടത്തും ധനമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ധനമന്ത്രി തോമസ് ഐസക് ഈ വാദം തള്ളുന്നു. ഇങ്ങനെയൊരു കൃത്യമായ വില ധാരണയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു ധാരണയിലും എത്തിയിട്ടില്ല. ഒരു ഫോൺ സംഭാഷണം, ഒരു ചർച്ച നടത്തി. പക്ഷേ ഇതുവരെ വിലയുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിലും പുതിയൊരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നാണ് ധനമന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. മനു, മേഘ, അതായത് 87 രൂപയ്ക്ക് കൊടുക്കാനാവില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ സർക്കാരുമായി ധാരണയിൽ എത്തി എന്ന് പറഞ്ഞ് ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടല്ലേ ഇപ്പോൾ സർക്കാർ പ്രതികരണം വന്നിരിക്കുന്നത്? തീർച്ചയായും മനു, നമുക്കറിയാം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തിയതാണ്. 87 രൂപ ഒപ്പം തന്നെ 155 രൂപ എന്നൊരു ധാരണയിൽ നേരത്തെ തന്നെ എത്തിയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. അതായത് ധനമന്ത്രിയുമായി ചർച്ച നടത്തി എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. 1 കിലോ കോഴിയിറച്ചി 170 രൂപയ്ക്കും 1 കിലോ ജീവൻ കോഴി 115 രൂപയ്ക്കും വിൽപ്പന നടത്തുന്നതാണ്. ഇതാണ് ധനമന്ത്രിയുമായി ചർച്ച നടത്തിയത് എന്ന് കൃത്യമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പക്ഷേ മന്ത്രി ഈ വാദം തള്ളുകയാണ്. ഇത്തരത്തിൽ പുതിയൊരു ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ധനകാര്യമന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. മനു, ശരി. മേഘയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. കേസിൽ അടിയന്തര സാഹചര്യം ഇല്ലെന്ന പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കേസ് മാറ്റിവെച്ചത്. ഇതിനിടെ ദിലീപിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള അങ്കമാലി കോടതി വിധിയുടെ പകർപ്പ് PPTVക്ക് ലഭിച്ചു. സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണ് ഉത്തരവെന്ന് വിധിന്യായത്തിൽ പറയുന്നു. രാവിലെ 10:15 അഡ്വക്കേറ്റ് കെ രാംകുമാർ മുഖേന ദിലീപ് ജാമ്യഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന ആവശ്യവും ഹർജിയിൽ മുന്നോട്ട് വച്ചിരുന്നു. 2 മണിയോടെ കോടതി ഹർജി പരിഗണിച്ചു. കേസിൽ ഉടൻ വാദം കേൾക്കണമെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കെ രാംകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉടൻ വാദം കേൾക്കേണ്ട സാഹചര്യം ഈ കേസിൽ ഇല്ലെന്നായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരുടെ നിലപാട്. കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ജസ്റ്റിസ് സുധീന്ദ്രകുമാർ അറിയിച്ചത്. വ്യാഴാഴ്ച ജാമ്യഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് വാദം കേൾക്കും. ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ വിശ്വാസയോഗ്യമല്ലാത്ത മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ദിലീപ് ജാമ്യഹർജിയിൽ ആരോപിച്ചത്. പോലീസ് ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ താനുമായി ബന്ധമില്ലാത്തതാണ്. മാത്രമല്ല താൻ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ദിലീപ് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്കമാലി കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരുന്നു. ജാമ്യത്തിൽ വിട്ടാൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതായും അങ്കമാലി കോടതി വിലയിരുത്തിയിരുന്നു. ദിലീപിന് ജാമ്യം നിഷേധിച്ചത് സമാന മനസ്കർക്കുള്ള മുന്നറിയിപ്പാണെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ദിലീപ് ഇപ്പോൾ ആലുവ സബ് ജയിലിലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തി. സ്പീക്കറുടെ ഓഫീസിന്റെ അതൃപ്തിയെ തുടർന്ന് PT തോമസ് MLAയുടെ മൊഴിയെടുക്കൽ ഈ മാസം 21 മാറ്റി. അൻവർ സാദത്ത്, മുകേഷ് എന്നിവരോട് കേസിലെ പ്രതികളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ MLAമാരായ PT തോമസ്, അൻവർ സാദത്ത്, മുകേഷ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. രാവിലെ അൻവർ സാദത്തിന്റെയും മുകേഷിന്റെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം PT തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനായില്ല.
സ്പീക്കറുടെ അനുമതിയില്ലാതെ MLA ഹോസ്റ്റലിൽ പ്രവേശിച്ച് മൊഴി രേഖപ്പെടുത്തിയ നടപടി സ്പീക്കറുടെ ഓഫീസ് തടഞ്ഞു. രാവിലെ 10 മണിയോടെയായിരുന്നു അൻവർ സാദത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപുമായും പൾസർ സുനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. വിദേശയാത്ര സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി മൊഴിയായി രേഖപ്പെടുത്തി. ഒന്ന്, ഞാൻ ദിലീപുമായിട്ട് എന്താണ് എൻ്റെ ബന്ധം? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ് എന്നുള്ള രീതിയിലും അന്ന് പത്രമാധ്യമങ്ങളുടെ തന്നെ പറഞ്ഞ് ആ രീതിയിൽ തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെ ഫോൺ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന രീതിയിലാണ് ഫോൺ ചെയ്തു. പലതവണ ഈ സംഭവം നടങ്ങിയ പിറ്റേ ദിവസം മുതലുള്ള ഫോൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ദിലീപിനെ വീട്ടിൽ പോയി കണ്ട കാര്യങ്ങൾ ആദ്യ ഒരു പ്രാവശ്യം പോയി കണ്ടു. പിന്നീടും ഒരു കണ്ട കാര്യം എല്ലാം കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായ സംസാരങ്ങളും എല്ലാം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൾസർ സുനിയായിട്ട് പരിചയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് യാതൊരു ബന്ധവും അറിയപ്പോലത്തെ ആളാ എന്ന് അത് സംസാരിച്ചു. 11:45 മുകേഷിന്റെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. മുകേഷിനൊപ്പം പൾസർ സുനി ഡ്രൈവറായി ജോലി നോക്കിയതും പുറത്താക്കാനുമുള്ള കാരണങ്ങളാണ് പ്രധാന മൊഴിയായി രേഖപ്പെടുത്തിയത്. സ്പീക്കറുടെ അനുമതിയോടെയോ പുറത്തുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചോ ഈ മാസം 21 PT തോമസിന്റെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ പ്രതിയായേക്കും. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് കണ്ടെടുത്തു. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു പൾസർ സുനിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീഷ് ചാക്കോയുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ പൾസർ സുനിയുടെ വസ്ത്രങ്ങൾ, മെമ്മറി കാർഡ്, 2 സിം കാർഡുകൾ, മൊബൈൽ ഫോൺ എന്നിവ പോലീസ് പിടിച്ചെടുത്തിരുന്നു. മെമ്മറി കാർഡ് പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനയിൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ ഉള്ളതായും വ്യക്തമായിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യഥാർത്ഥ ഫോണിനായി അന്വേഷണം തുടരുകയാണ്. ഒളിവിൽ പോയ പ്രതീഷ് ചാക്കോയെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ഇതിനിടെ പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. രാജുവിൽ നിന്ന് മറ്റൊരു മെമ്മറി കാർഡ് പോലീസ് പിടിച്ചെടുത്തു. പ്രാഥമിക പരിശോധനയിൽ മെമ്മറി കാർഡിൽ ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായി. വിദഗ്ധ പരിശോധനയ്ക്കായി മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടി ഡി സിനിമാസിന് പ്രവർത്തനാനുമതി ലഭ്യമായതിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. ഇന്ന് ചേർന്ന ചാലക്കുടി നഗരസഭാ കൌൺസിലാണ് ശുപാർശ നൽകിയത്. 2014 UDF ഭരണസമിതിയാണ് തിയേറ്ററിന് പ്രവർത്തനാനുമതി നൽകിയത്. അനുമതി നേടിയെടുക്കാൻ ദിലീപ് ഭരണസമിതിക്ക് 20 ലക്ഷം രൂപ കൈക്കൂലി നൽകിയതായി LDF കൌൺസിലർമാർ ആരോപിച്ചു. ഇതിനു പുറമെ 5 ലക്ഷം രൂപ നഗരസഭാ ടൗൺഹാൾ നിർമ്മാണത്തിനായി ദിലീപ് സംഭാവന നൽകിയെന്നും ആരോപണമുയർന്നു. കയ്യേറ്റ ഭൂമിയിലെ തിയേറ്റർ നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണം ആരംഭിച്ചിരുന്നു. തമിഴ് മാധ്യമങ്ങൾക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതിനെതിരെയാണ് വിമർശനം. നടിയുടെ പേരും ചിത്രവും നൽകുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ കത്തയച്ചു. തമിഴ്നാട് വനിതാ കമ്മീഷനും PRD ഡയറക്ടർക്കുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ കത്തയച്ചത്. നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ചെയർപേഴ്സൺ MC ജോസഫൈൻ കത്തിൽ ആവശ്യപ്പെട്ടു. നൽകിയ വാർത്തകളിലെ പേരും ചിത്രവും ഉൾപ്പെടുത്തിയത് നീക്കം ചെയ്യണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. അസാധു നോട്ടുകൾ മാറിയെടുക്കാൻ ഇനി അവസരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചു. സന്തോഷ് സർലിംഗ് നൽകും വിവരങ്ങൾ. സന്തോഷ്, ഇനിയൊരു അവസരം നോട്ടുകൾ മാറിയെടുക്കാനില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണോ? മനു, ഈ അസാധു നോട്ടുകൾ മാറിയെടുക്കാൻ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിക്ക് മുമ്പിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇക്കാര്യം പരിഗണിച്ച് സുപ്രീം കോടതി അസാധു നോട്ട് മാറിയെടുക്കാൻ മതിയായ കാരണമുണ്ടെങ്കിൽ അതിന് അവസരം നൽകണം എന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. മതിയായ സമയം അനുവദിച്ചിട്ടുണ്ട്. ഇനി അസാധു നോട്ടുകൾ മാറ്റിയെടുക്കാനാകില്ല. ഇനി അസാധു നോട്ടുകൾ മാറ്റിയെടുക്കാൻ അവസരം നൽകിയാൽ ഈ നോട്ട് മാറ്റത്തിലൂടെ ലക്ഷ്യമിട്ടതൊന്നും നടപ്പാവുകയില്ല. കള്ളപ്പണം ഇല്ലായ്മ ചെയ്യുകയാണ് ലക്ഷ്യമിടുന്നത്. അത് ഇല്ലാതെ ആകും ഇനി ഒരു അവസരം നൽകി. അതുകൊണ്ട് ഇനി നോട്ട് മാറ്റാൻ സമയം അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു സത്യവാങ്മൂലമായി ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ സുപ്രീം കോടതി ഈ നോട്ടുമാറ്റ കേസ് പരിഗണിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം പരിഗണിച്ച് നിലപാട് വ്യക്തമാക്കും. ശരി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്ത് ധരിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും RSS തീരുമാനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൗരന്റെ മൗലികാവകാശങ്ങൾ RSS ഹനിക്കുന്നു, കുടുംബങ്ങളിൽ മനുസ്മൃതി അടിച്ചേൽപ്പിക്കുന്നു. പ്രധാനമന്ത്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.
മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന കേസിൽ മുൻ DGP സെൻകുമാറിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻകുമാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തെ തുടർന്നാണ് സെൻകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. താൻ പറയാത്ത കാര്യങ്ങളാണ് വാരികയിൽ അച്ചടിച്ച് വന്നതെന്നാണ് സെൻകുമാറിന്റെ വാദം. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം പരാതിക്കാരനായ ഹാഫിസിന്റെ മൊഴി തിരുവനന്തപുരത്ത് വച്ച് രേഖപ്പെടുത്തി. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ നിലപാടിന് ഹൈക്കോടതിയുടെ അംഗീകാരം. മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത ഫീസ് നിർണ്ണയിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് റദ്ദാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി. ഏതാനും സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നിലവിലെ ഓർഡിനൻസും ഫീസ് ഘടനയും തുടരാമെന്നും കോടതി വ്യക്തമാക്കി. പുതുക്കിയ ഏകീകൃത ഫീസ് ഘടന അനുസരിച്ച് പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. എന്നാൽ ഫീസ് താൽക്കാലികമാണെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കണം. വിദ്യാർത്ഥികളിൽ നിന്ന് ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ഓർഡിനൻസ് ഇറക്കാൻ വൈകിയതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. സ്വാശ്രയ MBBS BDS സീറ്റുകളിലേക്ക് ഏകീകൃത ഫീസ് നിർണ്ണയിച്ച് സർക്കാർ ഇറക്കിയ ഓർഡിനൻസ് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാനേജ്മെന്റുകൾ കോടതിയെ സമീപിച്ചത്. രാജേന്ദ്രബാബു കമ്മീഷന് ഫീസ് നിർണ്ണയിക്കാൻ അധികാരമില്ലെന്നും മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടി. നിശ്ചയിച്ച ഫീസ് അപര്യാപ്തമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മാനേജ്മെന്റുകൾ ഉന്നയിച്ചത്. എന്നാൽ ഓർഡിനൻസ് സ്റ്റേ ചെയ്യാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം മാനേജ്മെന്റുകളുടെ ഹർജിയിൽ അടുത്ത മാസം വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാർ നിലപാടിനുള്ള അംഗീകാരമാണ് ഹൈക്കോടതി വിധിയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മെഡിക്കൽ പ്രവേശനത്തിന് ഏകീകൃത ഫീസ് തീരുമാനിച്ചത് സർക്കാരല്ല, ഫീസ് നിർണയ സമിതിയാണ് പൂർണ്ണമായും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസ് അംഗീകരിക്കാം എന്നുള്ള ധാരണയിലാണ് ഗവൺമെൻറ് എത്തിച്ചേർന്നത്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് മാനേജ്മെൻറ്റിന് സമ്മതമല്ല എന്നുള്ള രീതിയിലാണ് ഇവർ കോടതിയിൽ പോയത്. അതാണിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ്. ഏകീകൃത ഫീസ് സർക്കാർ നിശ്ചയിക്കുന്നതല്ല, മാനേജ്മെൻറ്റിൻ്റെ ചെലവും മറ്റു കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസാണ്. അപ്പോൾ അത് സർക്കാർ നിശ്ചയിക്കുന്നതല്ല, അതിനൊരു കാൽക്കുലേഷനുണ്ട്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി അങ്ങനെയാണ് നിശ്ചയിക്കുക. അപ്പോൾ അതിന് ഫീ റെഗുലേറ്ററി കമ്മിറ്റി സ്വീകരിച്ച മാനദണ്ഡം എന്താണെന്ന് അവർ മനസ്സിലാക്കുക. സ്വാശ്രയ മെഡിക്കൽ പ്രവേശന രംഗത്ത് സർക്കാർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സർക്കാരിന്റെ സ്വാശ്രയ ഓർഡിനൻസ് അവധാനതയില്ലാതെ കൊണ്ടുവന്ന ഒന്നാണെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വാശ്രയ ഫീസ് അംഗീകരിക്കാനാവില്ലെന്നും ചെന്നിത്തല. സ്വാശ്രയ രംഗത്ത് വീണ്ടും സംസ്ഥാന സർക്കാർ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും വഞ്ചിച്ചിരിക്കുകയാണ്. നക്കാപ്പിച്ച കുറച്ചുകൊണ്ട് കേരളത്തിലെ മെഡിക്കൽ ഡെൻ്റൽ പ്രവേശനത്തിൽ നിന്ന് പാവങ്ങളെ ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. 2 മിനിറ്റ്സ് നൂഡിൽ പോലെയാണ് സ്വാശ്രയ ഓർഡിനൻസ് ഇറക്കിയത് എന്നുള്ള ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം സർക്കാരിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇന്ത്യൻ നഴ്സിംഗ് അസോസിയേഷന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നഴ്സിംഗ് വിദ്യാർത്ഥികൾ രംഗത്ത്. പരിയാരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ സേവനം നടത്തണമെന്ന് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെയാണ് സമരം. അതേസമയം കളക്ടറുടേത് ശരിയായ നടപടിയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ കഴിയുന്നത്ര വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് LDF യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 20-ന് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ സമരം അവസാനിപ്പിക്കാൻ വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. റേഷൻ ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹരെ ഒഴിവാക്കാനും അർഹരായവരെ ഉൾപ്പെടുത്താനും സർക്കാർ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. KSRTC ജീവനക്കാർക്ക് പെൻഷൻകാർക്കും കൃത്യമായ ശമ്പളവും പെൻഷനും ലഭിക്കാൻ നടപടി കൈക്കൊള്ളാനും LDF യോഗം ശുപാർശ ചെയ്തു. ചർച്ച ചെയ്തത് നേഴ്സസ് സമരത്തെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സസ് സമരം പൂർണ്ണമായും അത് അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് കഴിയുന്നത്ര വേഗം കൈക്കൊള്ളണം. KSRTC പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ശമ്പളവും പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കാനുള്ള നടപടി എടുക്കണം. അതിന് വളരെ വേഗത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു.
രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. പാർലമെന്റിൽ സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിൽ പ്രധാനമന്ത്രി സോണിയാഗാന്ധി, സീതാറാം യെച്ചൂരി തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. എൻഡിഎ സ്ഥാനാർത്ഥിയായി രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മീരാകുമാറും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. തൃണമൂൽ കോൺഗ്രസ് എംഎൽഎമാർ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി പ്രഖ്യാപിച്ചു. രാജ്യത്തെ 14ാമത് രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള വോട്ടെടുപ്പ് സംസ്ഥാന നിയമസഭാ മന്ദിരങ്ങളിലും പാർലമെന്റിലുമായി സജ്ജീകരിച്ച 32 പോളിംഗ് സ്റ്റേഷനുകളിലായി നടന്നു. പാർലമെന്റിന്റെ 62ാം നമ്പർ മുറിയിലൊരുക്കിയ പോളിംഗ് സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സോണിയാഗാന്ധി, സീതാറാം യെച്ചൂരി, എംപിമാർ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എൻഡിഎ സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് AIADMKയുടെയും BJDയുടെയും വോട്ട് ലഭിച്ചു. രാംനാഥ് കോവിന്ദ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാകുമാറിന് പാർട്ടി വോട്ട് ചെയ്തതായി ആം ആദ്മി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ പറഞ്ഞു. എല്ലാ അംഗങ്ങളും മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് മീരാകുമാറും അഭ്യർത്ഥിച്ചു. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുമെന്നറിയിച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാരും MLAമാരും പശ്ചിമബംഗാൾ നിയമസഭയിൽ വോട്ട് ചെയ്തു. ഇതിൽ ഒരു TMC MLA പാർട്ടി നിലപാടിന് വിരുദ്ധമായി എൻഡിഎ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി അറിയിച്ചു. TMCയുടെ ത്രിപുരയിലെ 6 MLAമാരും എൻഡിഎക്ക് വോട്ട് ചെയ്തു. ആകെ 726 എംപിമാരും 4120 MLAമാരുമാണ് വോട്ട് ചെയ്തത്. പോളിംഗ് ബൂത്തിലെത്തുന്നവർക്ക് വോട്ട് ചെയ്യാൻ വയലറ്റ് മഷിയുള്ള പ്രത്യേകം പേന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി. വിവിധ നിയമസഭാ മന്ദിരങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള 31 പോളിംഗ് സ്റ്റേഷനുകളിലെ മുഴുവൻ ബാലറ്റുകളും നാളേക്കകം ഡൽഹിയിലെത്തിക്കും. 20-ാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും. വിജയിക്കുന്നയാൾ 25-ാം തീയതി ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ചരക്ക് സേവന നികുതി നടപ്പാക്കാനായത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്തരിച്ച അംഗങ്ങൾക്കും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർനാഥ് തീർത്ഥാടകർക്കും ആദരാഞ്ജലി അർപ്പിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് കർക്കിടകം 1. ഇനിയുള്ള ഒരു മാസക്കാലം പ്രാർത്ഥനയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും നാളുകളെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. വർദ്ധിയെ ഭയന്ന് തള്ളി നീക്കിയ നാളുകളെന്ന് പഴമക്കാർ പറയുമ്പോഴും പുതുതലമുറയ്ക്ക് കർക്കിടകം എന്നാൽ പതിവ് പോലെ കടന്നുപോകുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമാകുന്നു. കർക്കിടകമഴ ആർത്തുലച്ചു പെയ്യുന്ന രാമായണ മാസക്കാലം. വീടുകളിൽ നിന്ന് രാമായണ ശീലുകൾ. ദുർഘടങ്ങളെ ഓർത്ത് പേടിയോടെ വീടിനുള്ളിൽ കൊടുമഴയത്ത് കഴിച്ചുകൂട്ടിയ ആ കാലമെല്ലാം വായിച്ചും കേട്ടറിവും മാത്രമാകുന്നു. പുതുതലമുറയ്ക്ക് കർക്കിടക മാസമെന്നാൽ വെറും ഒരു മഴക്കാലം മാത്രം. പഞ്ഞമാസത്തെ ഭയന്ന് പ്രാർത്ഥനയോടെ വീടുകളിൽ കഴിഞ്ഞ ദിനങ്ങൾ. പഴമക്കാർക്ക് ആ കാലത്തെക്കുറിച്ച് പറയാനും ഏറെ. 30 വെള്ളിയാഴ്ച എന്ന് പറയും. ആദ്യത്തെ വെള്ളിയാഴ്ച, കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിട്ട് ഭക്ഷണത്തിന് ഞങ്ങൾ കനകപ്പൊടി വെക്കുകയെന്ന് പറയും. നെല്ല് കുത്തിയിട്ട് അതിൻ്റെ തവിട്, അരി എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ച് പത്തില കൊണ്ട് തോരൻ വെച്ചും കർക്കിടക കഞ്ഞി കുടിച്ചും കാലത്തിന്റെ കാട്ടിക്കൂട്ടലുകളെ പേടിയോടെ കണ്ടുനിന്ന ഒരു കർക്കിടക കാലം വിസ്മൃതിയിൽ മാത്രമാകുന്നു. മഴ പോലും മടിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് കർക്കിടകം എങ്ങനെ പെയ്യുമെന്നാണ് ഇനി കാതോർക്കേണ്ടത്. രാമായണ മാസം എന്നത് വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടെയും ഒപ്പം വറുതിയുടെയും മാസം കൂടിയാണ്. കർക്കിടക മാസത്തിലെ ദുർഘടങ്ങളെ മറികടക്കാൻ പ്രാർത്ഥനയോടെ കേട്ടിരുന്ന ഒരു മാസം എന്നത് പുതുതലമുറയ്ക്ക് വെറും കഥകളിൽ മാത്രം ആവുകയാണ്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.